ഇന്നുണ്ടല്ലോ ഒരു വീഡിയോ ഇടാന്ന് വെച്ചത്. പിന്നെ ഞാൻ പുതിയ മൂവി കണ്ടില്ല, എമ്പുരാനോ, പൃഥ്വിരാജിൻ്റെ മൂവി. അതിനെക്കുറിച്ച് എന്തൊക്കെയോ ഗോസിപ്പ് ഞാൻ കേട്ടു. സംഭവം എന്ന് വെച്ചാൽ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നാലും ഞാൻ പറയുകയാണ്. നമുക്കിപ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അവരാരാണെന്നോ എന്താണെന്നോ അതിലുള്ള ആൾക്കാരെയോ നമുക്കറിയില്ല. കാരണം ഇതൊക്കെ നമ്മൾ മൂവിയിലൂടെയല്ലേ അറിയേണ്ടത്. അപ്പോൾ അവരങ്ങനെ ഒരു മൂവി കൊണ്ടുവരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവരെല്ലാം എതിർക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ മോഹൻലാലിൻ്റെ സിനിമ, നമ്മുടെ ദൃശ്യം മൂവിയിൽ ആ ഒരു ഇത് കാണിച്ചെന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ പോകുന്നുണ്ടോ? പണ്ടും കൊലയും ഇല്ലാതെയാണോ? ഉണ്ട്. നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ അത് മൂവിയായിട്ട് എടുക്കുന്നു. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവണം. ചരിത്രം നോക്കിയാൽ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ അതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെയും സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന്. ജഗദീഷ് ബിജു മേനോൻ നായിക, എനിക്ക് ഓർമ്മയില്ല. ഒരു മൂവിയിൽ കാണിക്കുന്ന അവസാനം ജഗദീഷിൻ്റെ സ്വന്തം മോളെ പീഡിപ്പിക്കുന്ന ഒരു മൂവിയാണ്. അങ്ങനെയുള്ള സമൂഹമാണ്. സ്വന്തം അമ്മയെ അറിഞ്ഞുകൂടാത്ത, അച്ഛനെ അറിഞ്ഞുകൂടാത്ത, അല്ല അങ്ങനെയല്ല, അച്ഛന്മാർക്ക് മക്കളെ അറിഞ്ഞുകൂടാത്തത്, സഹോദരങ്ങൾ തമ്മിൽ അറിഞ്ഞുകൂടാത്ത, അങ്ങനത്തെ ഒരുപാട് നടക്കുന്നുണ്ട്. അമ്മായിമാർ, അങ്ങനത്തെ ഒരുപാട് ബന്ധങ്ങൾ പോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം മൂവിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡ്രഗ്സ്, കള്ള്, നമ്മൾ ബ്രാൻഡി, ബിയർ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. മറ്റേതൊക്കെ സിനിമയിലൊക്കെ കാണുമ്പോഴായിരിക്കാം നമ്മൾ അറിയുന്നത്, ഇങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്നതും. അപ്പോൾ ഇതാണ് ഡ്രഗ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ മൂവിയിലൂടെ കൊണ്ടുവരുന്നുണ്ടാണ് സാധാരണക്കാർ അറിയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ കുട്ടികളെ ബാഗിൽ നിന്ന് നമ്മൾ കണ്ടാൽ നമുക്കറിയില്ല ഇതെന്താ സാധനമെന്ന് പോലും. മൂവി കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ആണല്ലോ സംഭവം, അതെന്ന് നമുക്ക് വേഗം പിടുത്തം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മൂവിയിൽ ഞാൻ കണ്ടില്ല, എന്നാലും ഞാൻ ചോദിക്കുന്നത്, പൃഥ്വിരാജ്, മോഹൻലാലൊക്കെ ഇതിനെക്കുറിച്ച് നമ്മളെ ഒരു അവെയറൻസോ അതിനെക്കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കാം. ഇതൊക്കെയാണ് അവരുടെ സിമ്പലെന്നും, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സിമ്പലെന്നും. പിന്നെ ആൻറ്റി ക്രൈസ്റ്റിൽ അവർ തെറ്റായ ധാരണകളാണ് ജനങ്ങളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കില്ല ആ മൂവിയിലും കൊടുത്തേക്കുന്നത്. അല്ല, ഇന്ദ്രജിത്തൊക്കെ വന്നിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എന്താണ് ആ മൂവിയിലുള്ളതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല അവരൊന്നും അങ്ങനെ ചെയ്യില്ല എന്നാണ്. ഇത്രയും ഫേമസ് ആയ ആൾക്കാരല്ലേ അവർ, നമ്മളെ അറിയിച്ചു തരികയാണ്. അപ്പോൾ ഇത് പേടിക്കേണ്ടത് ആൻറ്റി ക്രൈസ്റ്റ് അല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെന്തിനാണ് ക്രിസ്ത്യാനികൾ പേടിക്കുന്നത്? പിന്നെ അതുപോലെ തന്നെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ നമ്മളെന്തിനാ മറ്റുള്ളവരെ പേടിക്കുന്നത്? ദൈവം നമ്മളെ കൂടെയുണ്ട്. ദൈവം നമ്മളെ വിട്ട് നമ്മളെ തൊടാൻ പോലും ദൈവം ആരെയും അനുവദിക്കില്ല. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് ദൈവം നല്ലത് തന്നെ കൊടുത്തരും. എത്ര കഷ്ടപ്പാട് തന്നാലും ദൈവം അതിലും ഏറ്റവും നല്ലത് കൊടുത്തരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആൻറ്റി ക്രൈസ്റ്റ്, അത് ദൈവം അടിച്ചമർത്തുമല്ലോ, പിന്നെ എന്തിനായി പേടിക്കണേ? ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്. ഈ പറയുന്നത് എനിക്കും അറിയില്ല, അവരുടെ സിമ്പൽ പോലും അറിയില്ല. ഞാൻ ടാറ്റു അടിക്കുമ്പോൾ ഞാൻ ചോദിക്കലുണ്ട്, ഇത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സിമ്പലാണോ? സിമ്പൽ പോലും അറിയില്ല. ഇതൊക്കെ ഇനി മൂവിയിലൂടെ നമുക്ക് കാണിച്ചു തന്നാലേ, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താലേ അറിയുള്ളൂ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം മൂവിയിലൂടെയൊക്കെ ഇത് കാണിച്ചു തന്നാലേ നമ്മൾ അതിനെക്കുറിച്ച് അറിയുള്ളൂ. എന്താണ് ആൻറ്റി ക്രൈസ്റ്റ് അവിടെ ചെയ്യുന്നതെന്നും, എന്താണ് അവരുടെ ആരാധനയെന്നും, പിന്നെ എന്താണ് അവരുടെ ഉദ്ദേശമെന്നും ഒക്കെ മൂവിയിലൂടെ കാണിച്ചു തന്നാലേ നമുക്ക് പിടുത്തം കിട്ടുള്ളൂ. ഏതൊക്കെ മൂവിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതായത് കന്യകമാരെ ഇവർ ആൻറ്റി ക്രൈസ്റ്റ് കൊല്ലുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ മൂവിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നായികയൊന്നും ഓർമ്മയില്ല. കണ്ട മൂവിയിൽ അങ്ങനെയാണ്. ക്രിസ്ത്യാനികളായിരുന്നു അവർ. ഒരു പെണ്ണിനെ സ്നേഹിച്ച് അയാളുടെ മോൻ്റെ കാമുകിയെ കൊണ്ടുവന്നിട്ട് കൊല്ലുകയാണ്. പിന്നെ അവസാനം അവളുടെ ചേച്ചി വന്നിട്ട് ഈ കാമുകനെ കൂട്ടിയിട്ട് ഇവരെല്ലാം തിരിച്ച് കൊല്ലുകയാണ്. അതായത് അവൻ്റെ ലവറിനെ കൊന്നതുകൊണ്ട് അവളുടെ സിസ്റ്റർ വന്ന് ഇവിടെയുള്ള എല്ലാവരും നശിപ്പിച്ചിട്ട് തിരിച്ചു പോവുകയാണ്, അവൻ്റെ കാമുകിയെ കൊന്നതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൂവിയിലൂടെ കാണുന്നത്. കന്യകമാരെ കൊല്ലുന്നത് കൊണ്ട് ആൻറ്റി ക്രൈസ്റ്റുകാർക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല.
ഇതുപോലെ ഓരോ മൂവികൾ വന്നാലും നമുക്കറിയുള്ളൂ ഇവരുടെ ഉദ്ദേശം എന്താണെന്നും ഇവരുടെ സിമ്പൽ എന്താണെന്നും. ഇതൊക്കെ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അല്ലാണ്ട് ആ ഒരു ഫുള്ള് കണ്ടിട്ട് ഞാനിതിനെക്കുറിച്ച് കമൻസ് പറയാം. ആരൊക്കെ പൊങ്കലിടാൻ വരുമെന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് പറയടി എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കാം. എന്നാലും ഞാൻ പറയുന്നത്, മോഹൻലാലിൻ്റെ ദൃശ്യ സിനിമ വന്നപ്പോൾ പറഞ്ഞു മോഹൻലാൽ ഇങ്ങനെ കൊന്നിട്ട് ആണ് അതിൽ കുടിച്ചിട്ടിട്ട് കണ്ടിട്ടാണ് ജനങ്ങൾ ചെയ്യുന്നതെന്ന്. അത് വിഡ്ഢികളാണ് ഈ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഒരാളെ തള്ളിയിട്ട് കൊന്നാൽ തന്നെ അത് ആൾ സ്വന്തം ചാടിയതാണോ തള്ളിയിട്ട് കൊന്നതാണോ എന്നുള്ള അത്രയും സയൻറ്റിഫിക്കലി കണ്ടുപിടിക്കാൻ കഴിയും. സമയമെടുത്താലും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ വിഡ്ഢികൾ മാത്രമേ ഇങ്ങനെ കൊലയൊക്കെ ചെയ്യുള്ളൂ. കാരണം എങ്ങനെ കൊന്നാലും കണ്ടുപിടിക്കപ്പെടും. ആ പെണ്ണ് കണ്ടില്ലേ ജ്യൂസിൽ കലക്കി വിഷം കൊടുത്തത്. അതൊക്കെ അറിവില്ലായ്മയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ കുടുംബത്തിൽ പണ്ടൊക്കെ കൊലയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു ധൈര്യത്തിന് പുറത്ത് ചെയ്തതായിരിക്കും. അവൾ ഇത്രയും പഠിപ്പുണ്ടെങ്കിലും പഠിത്തമുള്ള പെണ്ണ് ഒരിക്കലും അത് ചെയ്യേണ്ടതല്ല. പക്ഷേങ്കിൽ പിന്നെ ആ ഒരു ധൈര്യത്തോടു കൂടി ചെയ്തതാവണം. ഞാൻ ലോജിക്കലി ചിന്തിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പണ്ടുള്ള അവരൊക്കെ ഇങ്ങനെ കൊലയൊക്കെ ചെയ്യലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുതിലെയൊക്കെ. അപ്പോൾ ഇതൊക്കെ മൂവിയിൽ കാണിച്ചു തരുന്നോണ്ടല്ല, മൂവിയിൽ നമുക്ക് കാണിച്ചു തരുന്നതല്ലേ. ഇങ്ങനെയൊക്കെ സിനിമ എടുക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഈ സിനിമയൊന്നും വേണ്ട എന്ന് ജനങ്ങൾ വെക്കണം. അല്ലാണ്ടിപ്പോൾ ഈ ഒരു സിനിമയെക്കുറിച്ച് ഇത്രയും ഗോസിപ്പ് എന്തിനാണ് ജനങ്ങൾ ആരെയായി പേടിക്കുന്നതെന്നാണ്. നമ്മളെന്തിനാണ് ആൻറ്റിക്രൈസ്റ്റിനെ പേടിക്കുന്നത്? ആൻറ്റിക്രൈസ്റ്റ് എന്താണെന്ന് സമൂഹത്തിലേക്ക് അറിയിക്കട്ടെ. ജനങ്ങളെ അറിയിച്ചു തരണം. അവരാണ് അതിലൂടെ ചെയ്യുന്നത്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ സിമ്പൽ ഇങ്ങനെയാണെന്നും അവരുടെ പ്രെയർ ഇങ്ങനെയാണെന്നും ഒക്കെ അറിയിച്ചു തന്നാലേ നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ. ആ ജനങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ. ഈ ആൻറ്റിക്രൈസ്റ്റിന് ആരാധിക്കുന്നവരെ, അവരുടെ കൂട്ടത്തിലുള്ളവരെ എന്നൊക്കെ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കാമല്ലോ. നമ്മളിപ്പോൾ ഒരു കള്ളുകുടിയൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് നിൽക്കുമോ? എല്ലാവരും നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നറിയാം. അല്ലെങ്കിൽ എല്ലാ കള്ളുകുടിമാരും അല്ല, അവർ നമ്മളെന്തെങ്കിലും പെട്ടെന്ന് മിസ്യൂസ് ചെയ്യുമോ എന്ന് വിചാരിച്ച് നമ്മളത് മാറി നിൽക്കും ഇല്ലേ? അതുപോലെ ഇവർ മൂവിയിലൂടെ നമുക്ക് കാണിച്ചു തന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇവരുടെ സിമ്പൽ എന്താണ്, ഇവർക്ക് ഡ്രസ് കോഡൊക്കെ ഉണ്ടെന്ന് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. ഇവർക്ക് ഡ്രസ് കോഡുണ്ട്, ഇവർക്ക് അവരുടെ ഹാൻഡ് എങ്ങനെ വെക്കണമെന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങൾ. ഇതൊക്കെ നമുക്കറിയാൻ പറ്റുന്നത് ഇതിലൂടെ ആയിരിക്കണം. എനിക്ക് തോന്നുന്നുണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചൊന്നും അറിയുണ്ടാവില്ല, മുസ്ലിംസും അറിയുണ്ടാവില്ല. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ആൻറ്റിക്രൈസ്റ്റിനെ കുറിച്ച് പേടിയുള്ളൂ. ഞാനും അതിനെക്കുറിച്ച് അധികാരമായിട്ട് എനിക്കും അറിയില്ല. ഞാൻ കൂടുതൽ ചിന്തിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. എന്നാലും ചെറിയ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഡ്രസ് കോഡ് എന്താണെന്ന്, ബ്ലാക്ക് ആണെന്ന് തോന്നുന്നുണ്ട് ഇവരുടെ ഡ്രസ് കോഡ്. ഇവർക്ക് എന്തൊക്കെ ചർച്ചകളുണ്ട്, അറിയാതെയാണ് ഇവർ ചർച്ചൊക്കെ, ആർക്കും അറിയില്ല ഇവരുടെ ചർച്ച് പ്രെയർ നടക്കുന്നിടം. അവിടെ വലിയ VIPsകളെ വരുള്ളൂ എന്ന് പറയുന്നേക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് മൂവിയിലൂടെ നമുക്ക് കിട്ടുള്ളൂ. അവർ കാണിച്ചു തരുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഡ്രസ് കോഡെന്നും ഇങ്ങനെയൊക്കെയാണ് അവരുടെ പ്രെയറെന്നും. അപ്പം നമ്മളവരോട് എനിക്ക് തോന്നുന്നു നന്ദി പറയല്ലേ വേണ്ടത്. അവരുടെ കാറിനും ഡ്രസ്സിനും അവരുടെ റിങ്, മാല, ചെയിന് എന്ന് വേണ്ട എല്ലാത്തിനും ഒരു സിമ്പലുണ്ട്. കുരിശിന് പോലും ഉണ്ടത്രേ. നമ്മുടെ കുരിശ് ഇങ്ങനെയല്ലേ, ഈ കുരിശിന് പോലും അങ്ങോട്ട് തലകീഴായിട്ടോ അങ്ങനെ എങ്ങാണ്ട് കുരിശ് ഉണ്ടാവും. കുരിശ് പോലും തലകീഴായിട്ട് എങ്ങാണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ കുരിശ് അടിച്ചിരിക്കുന്നവരെ കൈ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ നോക്കും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കുരിശെടുത്ത് നോക്കും, ഇതാണ് ആ കുരിശ് എന്നുള്ള രീതിയിൽ. പിന്നെ എന്നോടൊരു പാസ്റ്റർ തർക്കിച്ചിട്ടുണ്ട്, അത് കുരിശ് എന്തിനാണ്, കുരിശുമാല എന്തിനാണ് ഇടുന്നതെന്ന്. പിന്നെ ബേസിക്കലി ഞാൻ ഹിന്ദുവായിട്ട് തന്നെ ജനിച്ചത്, ഹിന്ദു കുടുംബത്തിൽ തന്നെയാണ്. പക്ഷേങ്കിൽ എനിക്ക് ക്രിസ്ത്യനിലാണ് വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഇടുന്നു. എൻ്റെ മദർ ക്രിസ്ത്യാനിയാണ്. ആണെന്നും പറയാം അല്ലെന്നും പറയാം. മദർ പഠിച്ചതൊക്കെ ചങ്ങനാശ്ശേരി മഠത്തുനിന്നാണ്. അപ്പം അത് ചെറുതിലേ കേട്ട് പിന്നെ അതിലേക്ക് ഒരു വിശ്വാസമായി. നമ്മളൊരു വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു വിശ്വാസത്തില്ല. അല്ലാണ്ട് എനിക്കിപ്പോൾ ഞാൻ അമ്പലത്തിൽ പരിപാടിക്കൊക്കെ പോക്കുണ്ട്. പക്ഷെ വിശ്വാസം എനിക്കിതിൽ തന്നെയാണ്. അതിന് എത്രയൊക്കെ പറഞ്ഞാലും എനിക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഇങ്ങനെ മൂവിയിലൂടെ കൊണ്ടുവരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ഡ്രസ് കോഡൊക്കെ ഉണ്ടോ,
അത് നല്ലതല്ലേ, നമുക്ക് ഒരു അവയർനെസ് അവർ തരുന്നതല്ലേ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത്. നമുക്കും അറിയണ്ടേ ഇവരുടെ ഡ്രസ് കോഡ് എന്താണെന്ന്, ഇവരുടെ കാറുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്, എന്തൊക്കെയോ മുദ്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക്. പള്ളിയിൽ അച്ഛന്മാർക്കും അവർക്കും ഇവർക്കൊക്കെ അറിയാം, പക്ഷെ അവരാരും നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ലല്ലോ. എന്നാൽ അവരിവിടുന്ന് പഠിപ്പിച്ചു തരട്ടെ. അതുപോലെ നമ്മളെ പള്ളിയിൽ അപ്പം കൊടുക്കും, തിരുവോസ്തി, അതൊക്കെ നോക്കിയിട്ടേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. ക്യാമറയൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് അത് നോക്കിയിട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതെന്താ ഇവർ കൊണ്ടുപോയി എന്താ ചെയ്യുക? അതുകൊണ്ടാണ് അത്രയും സെക്യൂർഡായിട്ട് വെക്കുന്നത്. കാരണം എനിക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ABCD അറിയില്ല കേട്ടോ, എന്താണ് ഈ സംഭവങ്ങളെന്നൊക്കെ. അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഞാൻ ആ മൂവി കണ്ടില്ല, കാണണമെന്നുണ്ട്. ഞാനങ്ങനെ തിയേറ്ററിലൊന്നും പോവാറൊന്നുമില്ല. യൂട്യൂബിലെങ്ങാനും വരുമ്പോൾ കാണുള്ളൂ. ഞാൻ ഒന്നാമത് എങ്ങനെ പൈസ സേവ് ചെയ്യാം എന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ. വെറുതെ പൈസ അനാവശ്യമായിട്ട് കളയില്ല. എപ്പോഴെങ്കിലും TV വരുമ്പം കാണാം, അല്ലെങ്കിൽ യൂട്യൂബിൽ വരുമ്പം കാണാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തില്ല. മൂവിക്കായിട്ട് വെറുതെ പോയിട്ട് പൈസ കളയാനൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, അഡിക്ഷനല്ല, കാണുന്നവരുണ്ട്. ഞാനതിനൊന്നും ഇവിടെ എതിർപ്പില്ല. അവസാനമായിട്ട് കണ്ട മൂവി ഓർമ്മയില്ല, കഴിഞ്ഞ ഓഗസ്റ്റിലെങ്ങാണ്ട് അവസാനമായി ഒരു മൂവി കണ്ടതാണ്. സംഭവം അടിപൊളി മൂവിയായിരുന്നു. കുറേ പേര് അഭിനയിച്ച, ഹിന്ദി തമിഴ് നടൻ കമലഹാസനൊക്കെ അഭിനയിച്ചാണ്, ഷാരൂഖ് ഖാനോ അറുമയി, കുറേ പേര് അഭിനയിച്ചൊരു മൂവിയായിരുന്നു. സിനിമേൻ്റെ പേര് ഓർമ്മയില്ല, ഓർമ്മയില്ല. അതാണ് കണ്ടത്. പക്ഷേ ഇതെനിക്ക് വരുമ്പോൾ ഒന്ന് കാണണമെന്നുണ്ട്. എന്താണ് ആൻറ്റി ക്രൈസ്റ്റ് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്, കാണണം എന്നാഗ്രഹമുണ്ട് എനിക്ക്.